ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും മനൂസ് കിച്ചണിലേക്ക് വീണ്ടും സ്വാഗതം. ഇത് ഞാൻ ന്യൂ ഇയർ കഴിഞ്ഞിട്ടുള്ള ആ വീക്കെൻഡ് എടുത്ത വ്ളോഗാണ് കേട്ടോ. കഴിഞ്ഞ 2-3 വ്ളോഗുകൾ പോലെ തന്നെ കുറച്ച് ലേറ്റായി പോയെന്നേ ഉള്ളൂ. അപ്പോൾ ഇത് ഞാൻ ന്യൂ ഇയറിന് അങ്ങനെ വീട്ടിൽ സ്പെഷ്യലായിട്ടൊന്നും ഉണ്ടാക്കിയൊന്നുമില്ല, ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ലായിരുന്നു. കാരണം കോട്ടയത്ത് ഹസ്ബൻഡിൻ്റെ വീട്ടിൽ പോയിട്ട് തലേ ദിവസമാണ് വന്നത്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ യാത്രാക്ഷീണമൊക്കെ ആയിട്ട് അങ്ങനെ വീട്ടിൽ സ്പെഷ്യലായിട്ടൊന്നും ഉണ്ടാക്കിയില്ല. അപ്പോൾ ഞങ്ങൾ ഉച്ചയ്ക്ക് ഒന്ന് പുറത്ത് പോയി ഫുഡ് കഴിക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്, എൻ്റെ അച്ഛനും അമ്മേനെയൊക്കെ കൂട്ടിയിട്ട്. അതിൻ്റെ കുറച്ച് വിശേഷങ്ങളും ഒക്കെയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. അപ്പോൾ നമുക്ക് കാണാം. അപ്പോൾ ഔട്ടിങ്ങിൻ്റെ വിശേഷങ്ങളൊക്കെ കാണുന്നതിന് മുന്നേ ഞാനൊരു കുഞ്ഞ് റെസിപ്പിയും കൂടി ഷെയർ ചെയ്യുന്നുണ്ട് കേട്ടോ. ഞാൻ ഫേസ്ബുക്കിൽ റെസിപ്പി വീഡിയോസ് മാത്രം ചെയ്യാറുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, കഴിഞ്ഞ ഒരു 2 ആഴ്ച ഹസ്ബൻഡ് വീട്ടിലായിരുന്നത് കൊണ്ട് ഫേസ്ബുക്കിലും ഒന്നും പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, റെസിപ്പി ഒന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു വീഡിയോ ചെയ്യണമായിരുന്നു. അപ്പോൾ ഞാനൊന്ന് പെട്ടെന്ന് അവൽ ഉണ്ട ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ. വളരെ ഈസി ആയിട്ട് റെഡിയാക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണിത്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ചുവന്ന അവലാണ് എടുത്തിരിക്കുന്നത്. മട്ട അവലുണ്ടല്ലോ, വെള്ള അവലായാലും കുഴപ്പമില്ല, ചുവന്ന അവലാകുമ്പോൾ കുറച്ചും കൂടി ഹെൽത്തി ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് അതെടുത്തിരിക്കുകയാണ്. ഇത് ശരിക്കും ഞാൻ പോയിട്ട് വന്നിട്ട് അന്ന് വൈകിട്ട് എടുത്ത വീഡിയോ ആണ്. അപ്പോൾ ആദ്യം റെസിപ്പി അങ്ങ് കാണിക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഞാനിതെല്ലാം സാധനങ്ങളെല്ലാം അളന്ന് ഓരോ ബൗളുകളിലായിട്ട് എടുത്ത് വെക്കുകയാണ്. ഞാൻ പറഞ്ഞില്ലേ, ഫേസ്ബുക്കിൽ ഇടുന്ന വീഡിയോ ആയതുകൊണ്ട് എല്ലാം അളന്നൊക്കെ വെച്ചതിന് ശേഷമാണ് ചെയ്യുന്നത്. വ്ളോഗുകളാകുമ്പോൾ നമ്മളങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ വീഡിയോ റെസിപ്പി കാണിക്കുമ്പോൾ കറക്റ്റായിട്ട് ഓരോ നല്ല ബൗളുകളിലൊക്കെ എടുത്ത് വെച്ചിട്ട് കാണിക്കണമല്ലോ. അപ്പോൾ അവലെടുത്ത് വെച്ചു. ശർക്കര ചുരണ്ടി എടുക്കണം. അവലുണ്ടയിൽ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസേ ഉള്ളൂ. അവൽ, ശർക്കര, കുറച്ച് തേങ്ങ ചുരണ്ടിയത്, പിന്നെ കുറച്ച് ഏലക്കാപ്പൊടി, അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ സാധനങ്ങളെല്ലാം എടുത്ത് വെക്കാം. അപ്പോൾ ഞാനിവിടെ 2 കപ്പ് അവലാണ് എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിലുള്ള ഏതെങ്കിലും കപ്പോ ഗ്ലാസ്സോ എടുത്താൽ മതി ഇത് അളക്കാനായിട്ട്. ബാക്കി സാധനങ്ങളും അതേ കപ്പിൽ തന്നെ അളന്നെടുക്കാം, അത്രേ ഉള്ളൂ. അപ്പോൾ ആദ്യം നമുക്ക് ഈ അവൽ ഒന്ന് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്, അതിനകത്തേക്ക് അവലിട്ട് കൊടുക്കാം. ഇനി ചെറിയ തീയിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് വറുത്തെടുക്കാം. എപ്പോഴും ചെറിയ തീയിൽ തന്നെ വെക്കാൻ ശ്രദ്ധിക്കുക, കാരണം അവലായതുകൊണ്ട് തീ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് അത് ചിലപ്പോൾ കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. ഒരു 5 മിനിറ്റ് ചെറിയ തീയിൽ ഇങ്ങനെ ഒന്ന് ഇട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരുന്നാൽ മതി. കുറച്ച് കഴിയുമ്പോൾ നല്ലൊരു മണം വരും, അതുപോലെ അവൽ നല്ല ക്രിസ്പി ആയിട്ട് വരികയും ചെയ്യും. അപ്പോൾ അതുവരെ ഇങ്ങനെ ഇളക്കി കൊടുക്കാം. ഇപ്പോൾ അവൽ മൂത്ത് വന്നിട്ടുണ്ട്, നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. സ്റ്റൗ ഓഫ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഇനി ഒരു പാനിലോട്ട് 1/4 കപ്പ് ശർക്കര ചുരണ്ടിയത് ചേർത്ത് കൊടുക്കാം. ശർക്കര ചുരണ്ടി എടുത്തിട്ട് നമ്മൾ നേരത്തെ അവൽ അളന്നെടുത്ത കപ്പുണ്ടല്ലോ, അതിനകത്ത് 1/4 കപ്പ് അളന്നെടുത്താൽ മതി. ഇനി ഇതിനകത്തേക്ക് ഒരു 1/4 കപ്പ് വെള്ളവും കൂടി ഒഴിച്ചിട്ട് നമുക്കത് ഉരുക്കിയെടുക്കാം. വെള്ളം ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കണം, കൂടിപ്പോകരുത് കേട്ടോ. കാരണം ശർക്കര ഒരുപാട് ലൂസാക്കി ഉരുക്കി കഴിഞ്ഞാൽ നമ്മുടെ ഇത് മിക്സ് ചെയ്തെടുക്കുന്ന സമയത്ത് ശരിയാവത്തില്ല. അപ്പോൾ ഇതേ ശർക്കര നന്നായിട്ട് ഉരുകി വന്നു. നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഒന്ന് അരിച്ചിട്ടാണ് നമ്മളിത് അവലുണ്ടയിൽ ചേർക്കുന്നത്. ഓക്കെ, അപ്പോൾ കുക്കിംഗ് പരിപാടികളൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് എല്ലാം കൂടി മിക്സ് ചെയ്ത് എടുത്താൽ മതി. അപ്പോൾ അതിനുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെക്കുവാണ്. അപ്പോൾ വീഡിയോ ചെയ്യുമ്പം താഴെ നല്ല എന്താ പറയുക, നല്ലൊരു ഭംഗിയായിട്ട് ചെയ്യണമല്ലോ. അപ്പോൾ അതിനായിട്ടുള്ള കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്യണം കേട്ടോ. ഞാനിപ്പോൾ ഈ സ്റ്റവിൻ്റെ മുകളിൽ വെച്ച് ഇതുപോലൊരു ബോർഡ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. കാരണം ഇവിടെയാണ് ഏറ്റവും നന്നായിട്ട് ലൈറ്റ് കിട്ടുന്നത്, ജനലിൻ്റെ അടുത്തായതുകൊണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ എല്ലാ വീഡിയോസും ചെയ്യാറുള്ളത്. അപ്പോൾ എല്ലാം റെഡിയാക്കി വെച്ചു. നമ്മുടെ ശർക്കരപ്പാനി ഒന്ന് അരിച്ചെടുക്കുവാണ്. അപ്പോൾ അവലുണ്ടയ്ക്കുള്ള സാധനങ്ങൾ റെഡിയായി. അവൽ വറുത്തത്, ശർക്കരപ്പാനി ഇത് അരിച്ചു വെച്ചിരിക്കുന്നതാണ്, പിന്നെ ഒരു 1/4 കപ്പ് തേങ്ങ ചിരകിയത്, പിന്നെ ഒരു മിക്സി ജാറിലോട്ട് നമ്മൾ വറുത്ത് വെച്ച അവലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കണം. ഇതിപ്പോൾ 2 കപ്പ് ഉള്ളതുകൊണ്ട് ഒറ്റ പ്രാവശ്യമായിട്ട് ചേർത്ത് പൊടിക്കാൻ പറ്റും. അപ്പോൾ ചെറിയ ജാറാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതിനകത്തോട്ട് ഒരു 1 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടി ചേർത്തിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം. ഇത് നല്ല പൗഡർ ആവണമെന്നില്ല കേട്ടോ, ചെറിയൊരു തരിതരിപ്പോട് കൂടി പൊടിച്ചാൽ മതി.
ഇനി ഇതിനകത്തോട്ട് നമ്മൾ എടുത്തു വെച്ച 1/4 കപ്പ് തേങ്ങ ചേർക്കാം. തേങ്ങ വേണമെങ്കിൽ നിങ്ങൾക്ക് ചെറുതായിട്ടൊന്ന് വറുത്തിട്ടും ചേർക്കാം കേട്ടോ. അതായത് കളറൊന്നും മാറണ്ട, ജസ്റ്റ് അതിൻ്റെ ആ ഒരു ഈർപ്പം പോകുന്നത് വരെ ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ടും ചേർക്കാം. അങ്ങനെയാണെങ്കിൽ കൂടുതൽ ദിവസം ഈ അവലുണ്ട കേടാകാതെ ഇരിക്കും. ഇതിപ്പോൾ ഞാൻ വളരെ ചെറിയൊരളവിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്, അപ്പോൾ അതുകൊണ്ട് ആണ് ഞാൻ തേങ്ങ വറുക്കാതെ ചേർക്കുന്നത്. അപ്പോൾ കൂടുതൽ ദിവസം വെക്കണമെന്നുണ്ടെങ്കിൽ തേങ്ങ ചെറുതായിട്ടൊന്ന് വറുത്തിട്ട് യൂസ് ചെയ്താൽ മതി. അപ്പോൾ ഞാൻ ഇതിലൊരു 1/2 ടീസ്പൂൺ നെയ്യും കൂടി ചേർത്തു. പിന്നെ ഒരു നുള്ള് ഉപ്പും കൂടി ഇട്ടിട്ടുണ്ട്. വളരെ കുറച്ച് മതി ഉപ്പ്, ഒരു നുള്ള് മാത്രം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം. നെയ്യുടെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്ക് അത് ഒഴിവാക്കാം, ഇല്ലാതെ ചെയ്താലും ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ നന്നായിട്ട് ഇങ്ങനെ ഞെരടി തന്നെ മിക്സ് ചെയ്ത് എടുക്കാം. ഇങ്ങനെ മിക്സ് ചെയ്യുന്ന സമയത്ത് തന്നെ നല്ലൊരു മണം വരും കേട്ടോ. നമ്മൾ ഈ അരി വറുത്തതൊക്കെ മിക്സ് ചെയ്യുമ്പോൾ ഉള്ളൊരു മണം ഉണ്ടല്ലോ, അതുപോലെ. ഇനി ഇതിനകത്തോട്ട് നമുക്ക് നമ്മൾ റെഡിയാക്കി വെച്ച ശർക്കരപ്പാനി കുറച്ചായിട്ട് ചേർത്തിട്ട് ഇത് മിക്സ് ചെയ്ത് എടുക്കണം. ഒരിക്കലും ശർക്കരപ്പാനി ഒരുമിച്ച് ചേർക്കരുത്, കാരണം ഇത് ചിലപ്പോൾ ലൂസായിപ്പോവും. ഒരുപാടങ്ങ് കുഴഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്കത് കറക്റ്റായിട്ട് ഉരുട്ടിയെടുക്കാൻ പറ്റത്തില്ല. കുറച്ച് മാത്രം ഒഴിച്ചിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഈ ഒരു പരുവത്തിലാണ് വേണ്ടത് കേട്ടോ. ഒരുപാട് ഡ്രൈ ആയിരിക്കരുത്, എന്നാൽ ഒത്തിരി കുഴഞ്ഞു പോവുകയും ചെയ്യരുത്. ഓക്കെ, ഇതുപോലെ ആയിരിക്കണം. അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് അത് ഉരുട്ടിയെടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങളിത് ശർക്കര പാനി ഉണ്ടാക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഒരുപാട് ലൂസായി പോകരുത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫുള്ള് ചിലപ്പോൾ ഇതിനകത്ത് ചേർക്കാൻ പറ്റത്തില്ല, അപ്പോൾ അവലുണ്ടയുടെ മധുരം കുറഞ്ഞു പോകും. അപ്പോൾ ഇതുപോലെ നമുക്ക് എല്ലാം ഉരുട്ടിയെടുക്കാം. പിന്നെ ഇതിനകത്ത് ചിലർ ജീരകം ചേർക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ നമ്മൾ ഏലക്കാപ്പൊടി ചേർത്തില്ലേ, ആ സമയത്ത് ഈ അവൽ പൊടിക്കുന്ന സമയത്ത് 1 ടീസ്പൂൺ ഏലക്കാപ്പൊടിയുടെ കൂടെ ഒരു 1/4 ടീസ്പൂൺ അല്ലെങ്കിൽ ഒരു 2 നുള്ള് ചെറിയ ജീരകം കൂടി ചേർത്തിട്ട് പൊടിച്ചെടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഫ്ലേവറും കൂടി കിട്ടും. അപ്പോൾ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്കാണിത്. നല്ല ടേസ്റ്റിയുമാണ്. അരിയുണ്ടയൊക്കെ ഇഷ്ടമുള്ളവർക്ക് തീർച്ചയായിട്ടും ഇതും ഇഷ്ടമാവും. നെയ്യുടെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്ക് അത് ഒഴിവാക്കി ചെയ്യാം. കുട്ടികൾക്കൊക്കെ ഈസി ആയിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്കാണ്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ റെസിപ്പിയൊക്കെ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ബാക്കി വിശേഷങ്ങൾ കാണാം. അപ്പോൾ ഞങ്ങൾ പോകാൻ റെഡിയായി. ഇവിടെ ട്രിവാൻഡ്രത്ത് വള്ളക്കടവിലുള്ള വില്ലാമായ റെസ്റ്റോറൻറ്റിലാട്ടോ പോകുന്നത്. അപ്പോൾ അങ്ങോട്ട് പോവാണ്. ഇനിയിപ്പോൾ എൻ്റെ വീട്ടിൽ പോയി അച്ഛനും അമ്മേനെയും കൂടെ വിളിച്ചിട്ട് പോകണം. ഇതിവിടെ പണ്ട് തൊട്ടേ ഉള്ള റെസ്റ്റോറൻ്റാണ് കേട്ടോ. ഒത്തിരി വർഷമായിട്ടുള്ളതാണ്. പക്ഷേ ഞങ്ങൾ ആദ്യമായിട്ടാണ് വരുന്നതേ ഉള്ളൂ. അപ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ. കയറി ചെല്ലുമ്പോൾ ഉള്ളൊരു വ്യൂ ഇതാണ്. ഞാൻ എടുക്കാൻ മറന്നുപോയി. കണ്ടപ്പോൾ ഒത്തിരി ഇഷ്ടമായി. അപ്പോൾ അതിൻ്റെ ഒരു ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എടുക്കുന്ന എക്സൈറ്റ്മെൻറ്റിൽ ആ ഫ്രണ്ട് വ്യൂ എടുക്കാൻ മറന്നുപോയി. അതിൻ്റെ ഒരു ആംബിയൻസ് ശരിക്കും ഭയങ്കര രസമുണ്ട്. ഞാൻ പണ്ട് ബാങ്കിൽ വർക്ക് ചെയ്യുന്ന സമയത്തൊക്കെ തന്നെ ഒത്തിരി പേര് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് എൻ്റെ ആംബിയൻസും അതുപോലെ ഫുഡും ഒക്കെ നല്ലതാണ്. പക്ഷേ ഇതുവരെ ഞങ്ങൾ വന്നിട്ടില്ല. അപ്പോൾ ഇതുപോലെ ന്യൂ ഇയർ ആയതുകൊണ്ട് നല്ല കാണാനൊക്കെ കുറച്ച് ഭംഗിയുള്ളൊരു സ്ഥലത്ത് പോകണം എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നത്. കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ, ഇത് ഫുള്ളിങ്ങനെ ചെടികളൊക്കെ ആയിട്ട് നല്ല പച്ചപ്പാണ്. പിന്നെ റെസ്റ്റോറൻറ്റ് ഫുള്ളിങ്ങനെ താഴെ ഈ ഒരു വെള്ളം ആണ് കേട്ടോ. ഒരു കനാൽ പോലെയാണ്. അതിനകത്ത് നിറയെ നല്ല ഭംഗിയുള്ള മീനുകളിങ്ങനെ കിടക്കും. അപ്പോൾ ഓരോ ടേബിളിൻ്റെയും ചുറ്റും ഇതുപോലെ വെള്ളമാണ്. നല്ലൊരു ഭംഗിയാണ് അവിടെ ഇരിക്കാൻ. നല്ല സുഖമാണ് ഇരിക്കാനൊക്കെ. AC ഒന്നുമില്ല, അതിൻ്റെ ആവശ്യമില്ല. അത്രയും നല്ല തണുപ്പും നല്ലൊരു മ്യൂസിക്കൊക്കെ ഇട്ടിട്ടുണ്ട് അവർ. ശരിക്കും അടിപൊളിയായിരുന്നു. ഞങ്ങൾക്ക് ഒത്തിരി ഇഷ്ടമായി.
ഫുഡും നല്ല ഇഷ്ടമായി. പക്ഷേ കുറച്ചൊരു ഫ്യൂഷൻ ടൈപ്പ് ഫുഡാണ് കേട്ടോ. നമ്മുടെ സാധാരണ റെസ്റ്റോറൻറ്റുകളിൽ പോകുമ്പോൾ ഉള്ള ഒരു ഫുൾ നാടൻ ഫുഡല്ല, ഫ്യൂഷൻ ടൈപ്പാണ്. അപ്പോൾ സൂപ്പൊക്കെ ആയാലും കുറച്ച് ഡിഫറെൻ്റ് ആയിരുന്നു, പക്ഷേ ടേസ്റ്റ് നല്ല അടിപൊളിയായിരുന്നു. ഇത് കരിക്കിൻ്റെ വെള്ളം കൊണ്ടുള്ളൊരു സൂപ്പായിരുന്നു കേട്ടോ. നല്ല മൈൽഡായിട്ടുള്ളൊരു ഫ്ലേവറൊക്കെ ആയിരുന്നു. എല്ലാ ഫുഡും നല്ല ടേസ്റ്റി ആയിരുന്നു കേട്ടോ. പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇത്രയും സാധനങ്ങൾ കഴിച്ചിട്ട് എൻ്റെ ഫേവറേറ്റ് ഏതാണെന്ന് വെച്ചാൽ പൊറോട്ടയുടെ കൂടെ കിട്ടിയ ഈ മഞ്ഞ ദാൽ കറി. ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റായിരുന്നു. അത് ദാൽ കറിയൊക്കെ നമ്മളും വീട്ടിൽ ഉണ്ടാക്കാറുണ്ട്, പക്ഷേ ഇത്രയും ടേസ്റ്റി ആയിട്ടുള്ളൊരു ദാൽ ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല. അത്രയ്ക്ക് അടിപൊളിയായിരുന്നു. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു, നന്നായിട്ട് എൻജോയ് ചെയ്തു. ഞാൻ പറഞ്ഞില്ലേ, ആംബിയൻസും ഫുഡും ഒക്കെ വളരെ നന്നായിട്ടുണ്ടായിരുന്നു. എനിക്ക് റെസ്റ്റോറൻറ്റ് കാണാൻ എനിക്ക് ഒത്തിരി ഇഷ്ടമായി. ഇതുവരെ ഇത്രയും ഭംഗിയുള്ളൊരു ഹോട്ടലിൽ ഞാൻ പോയിട്ടില്ല. പിന്നെ കുറച്ച് കോസ്റ്റ്ലിയാണ് കേട്ടോ. നമ്മൾ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർക്ക് എപ്പോഴും പോയി ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ പോയി കഴിക്കാൻ പറ്റുന്നൊരു റെസ്റ്റോറൻ്റ് അല്ല. വല്ലപ്പോഴും ഒക്കെ ഇതുപോലെ വർഷത്തിലൊരിക്കലൊക്കെ നമുക്ക് ഫാമിലി ആയിട്ടൊക്കെ ഒരു എന്തെങ്കിലും സ്പെഷ്യൽ ഒക്കേഷൻസിനൊക്കെ പോകാൻ പറ്റുന്നൊരു സ്ഥലമാണ്. അവിടെ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ ഞങ്ങളൊന്ന് ബീച്ചിലും കൂടി പോയി. കോവളം ബീച്ചിലാണ് പോയത്. ഇവിടെ അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു. പിന്നെ വലിയ കുഴപ്പമില്ല. ബീച്ചാകുമ്പോൾ നമുക്കങ്ങനെ ആൾക്കാരെ അടുത്തുനിന്നൊക്കെ മാറി നിൽക്കാമല്ലോ. കുട്ടികളെയും കൊണ്ടല്ലാതെ നമുക്ക് വേറെ എങ്ങും പോകാൻ പറ്റില്ല. ഇപ്പോൾ അങ്ങനെ മോളുകളിലോ ഷോപ്പിംഗ് മോളുകളിലൊക്കെ പോയി കഴിഞ്ഞാൽ തിരക്കായിരിക്കും. നമുക്കങ്ങനെ മാറി ഒന്നും നിൽക്കാനും ഒന്നും പറ്റില്ലല്ലോ. ബീച്ചാകുമ്പോൾ അങ്ങനെ കുഴപ്പമില്ലാത്തത് കൊണ്ട് ജസ്റ്റ് ഒന്ന് അവർക്ക് എന്തെങ്കിലും ഒരു എൻ്റർടൈൻമെൻറ്റ് വേണമല്ലോ, അതുകൊണ്ട് അവരെയും കൊണ്ട് അവിടെ പോയി. അപ്പോൾ ഇതായിരുന്നു ഞങ്ങളുടെ ന്യൂ ഇയർ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് ഉടനെ തന്നെ വീണ്ടും കാണാം. ബൈ ഫ്രണ്ട്സ്, താങ്ക് യു ഫോർ വാച്ചിങ്.